നമ്മൾ കണ്ടുമുട്ടിയതൊക്കെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഐ എം ഗോമസ്, വിൻസെന്റ് ഗോമസ്. ഈ റിയാക്ഷനെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ കാരണം ആൻസിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ക്ഷമിക്കണം. വെറുതെ ഒരു ക്ഷമ ചോദിച്ചാൽ തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തത്. ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആപത്തിൽ സഹായിക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് തുക എത്രയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറഞ്ഞു പോയെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഞാൻ വിൻസെന്റിനെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്തത്ര കടപ്പാടുകളുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ഓർമ്മിച്ചു പോയെന്നേ ഉള്ളൂ. വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ എന്ത് തെറ്റാ ആൻസി ചെയ്തത്? ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കടപ്പാടിന്റെ കണക്കുകളൊന്നും ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ആൻസിക്ക് പിരിഞ്ഞു പോവാം. ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ആൻസിക്കറിയാമോ, ഞാൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. വെറുമൊരു യന്ത്രം. ഒരാൾക്ക് ചാലുന്ന മറ്റൊരാൾക്ക് ചാലിലേക്ക്. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ.